ഹലോ, വെൽക്കം ടു മംസ് റൊട്ടീൻ. ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ. നമ്മൾ കുറച്ച് സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് മീഷോയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ വീട് നല്ല അടുക്കും ഒതുക്കത്തോടു കൂടി ഇരിക്കാൻ വേണ്ടിയിട്ട്, നമ്മളെ കിച്ചണൊക്കെ നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയ കുറച്ച് പ്രൊഡക്ട്സുകളാണ് നിങ്ങളായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റുകളാണ്. അപ്പോൾ അതാണ് ഞാൻ ഷെയർ ആക്കുന്നത് കേട്ടോ. ഫസ്റ്റ്ലി ഞാൻ കാണിക്കുന്നത് അൺബോക്സ് ചെയ്യുന്നത് ഒരു അടിപൊളി കണ്ടെയ്നർ സെറ്റാണ്. അപ്പോൾ ഇത് 24 പീസ് വരുന്ന ഒരു കണ്ടെയ്നർ സെറ്റാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതുപോലെ ബോക്സ് തുറക്കുമ്പോൾ 6 ആണ് നമ്മൾക്ക് കിട്ടുക. അപ്പോൾ ഓരോ ഇതിലും നമ്മൾ സെറ്റിലും 4 വീതമുണ്ട്. അപ്പോൾ അത് അങ്ങനെ ആക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫസ്റ്റത്തെ ബോക്സിൽ വരുന്ന അളവ് എന്നുള്ളത് 1400 ml ആണ് ഫസ്റ്റത്തെ ബോക്സിലിട്ടാ വലിയ പീസിൽ. പിന്നെ രണ്ടാമത്തതിൽ നമ്മൾ വരുന്നത് 900 ml ആണ്. പിന്നെ മൂന്നാമത്തെ കണ്ടെയ്നറിൽ വരുന്നത് 650 മില്ലി. പിന്നെ അതിൻ്റെ താഴെ വരുന്നത് 350 കേട്ടോ. അങ്ങനെ 4 പീസുകളാണ് ഓരോരോ സെറ്റാക്കിയിട്ട് വെച്ചിട്ടുള്ളത് കണ്ട ഇതുപോലെ. പിന്നെ അതിൽ നമ്മൾ ചെറിയ ഒരു സ്പൂണും വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിൽക്കും ഇതുപോലെ സ്പൂണുണ്ട്. 24 പീസ് സ്പൂണും 24 പീസ് കണ്ടെയ്നർ സെറ്റുമാണുള്ളത്. നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണിത്. ഇത് നമുക്ക് ഒരു സെറ്റ് ഇതുപോലെ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ കിച്ചന് നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കും. എല്ലാ സാധനങ്ങളും ഇതിൽ പോട്ടാ. 1400 ml 6 പീസ് ഉണ്ട് ഇതിൽ. പിന്നെ 900 ml 6 പീസ്. പിന്നെ 650 ml 6 പീസ് ഉണ്ട്. 350 ml 6 പീസ് ഉണ്ട്. എല്ലാത്തിലും സ്പൂണുകളുണ്ട്. നല്ല അടിപൊളി പ്ലാസ്റ്റിക് ക്വാളിറ്റിയുള്ള പ്ലാസ്റ്റിക്കാണിത്. 796 രൂപക്ക് നമ്മൾ ഇത് വാങ്ങിയിട്ട് കിച്ചണിൽ നമുക്കിത് ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനങ്ങളും ഇതിൽ തന്നെ പോകും. പിന്നെ വേറൊരു കണ്ടെയ്നേഴ്സ് വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ 24 പീസുള്ള കാരണം കൊണ്ട് ഇത് നല്ല വെർത്തായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ പ്രൈസിന് നല്ല ക്വാളിറ്റി ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ ലിഡും കുഴപ്പമില്ല. പിന്നെ നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് നമുക്ക് എല്ലാ സാധനങ്ങളും കാണാനും കിച്ചണിൽ നല്ല അടിപൊളിയായിട്ട് വെക്കാനും ഒരു അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് ഇത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ധൈര്യപൂർവ്വം വാങ്ങാൻ പറ്റിയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പ്രൊഡക്റ്റും കൂടിയാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. പിന്നെ നമ്മൾ പുതുതായിട്ട് വീടിരിക്കണവർക്ക് ഒരു കുറഞ്ഞ പ്രൈസിൽ കുറച്ച് കണ്ടെയ്നേഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ഇതന്നെ ചൂസ് ചെയ്യട്ടോ. നല്ല അടിപൊളിയായിട്ടാണ് ഇത്. നമുക്ക് നല്ലൊരു ഗ്ലാസ് ടൈപ്പാണ്. നല്ലൊരു വൃത്തിയിൽ നമുക്ക് കിച്ചണിൽ വെക്കാനും പറ്റും. മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാനൊരു അൺബോക്സിങ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലത്തെ 10 പീസിൻ്റെ ഒരു വൈറ്റ് ലിറ്റുള്ളത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് നല്ല യൂസ്ഫുള്ളാണ്. ഞാനിപ്പോൾ ഒരുപാട് മുന്നേ വാങ്ങിയതാണ്. ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് 500 രൂപയായിരുന്നു. അത് 10 പീസാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അതിനെക്കാട്ടും വെർത്തായിട്ടാണ് ഇത് തോന്നിയത്. അപ്പോൾ അത് ആവശ്യമുള്ളവർ വാങ്ങിക്കട്ടാ. പിന്നെ നമ്മൾ അടുത്ത പ്രോഡക്റ്റ് കാണിക്കുന്നത്. അടുത്ത പ്രൊഡക്റ്റ് നല്ലൊരു ഗ്ലാസിൻ്റെ നമ്മൾ ഓയിൽ ബ്രഷ് ബോട്ടിലാണ്. അപ്പോൾ ഇതിൽ നമ്മൾ 2 യൂസേജ് ഉണ്ട് ഇതിന്. ഇതിൽ നമ്മൾ ഓയിലാക്കിയിട്ട് നമുക്ക് ബ്രഷ് ചെയ്ത് കൊടുക്കാൻ പറ്റും. പിന്നെ നമ്മളത് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് നമുക്ക് ഓയിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാനും പറ്റും കേട്ടോ. നമുക്ക് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അപ്പോൾ അടിപൊളി പ്രൊഡക്റ്റ് തന്നെയാണ് അതും. അത് ആവശ്യമുള്ളവർ അതും വാങ്ങിക്കുക. പിന്നെ നമ്മൾ അടുത്തത് നമ്മളൊരു ബ്രഷ് ഹോൾഡറാണ്. ഇത് നല്ല സൂപ്പർ പ്രൊഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ക്വാളിറ്റി ഉണ്ടെന്ന് തോന്നിയപ്പോഴാണ് ഷെയർ ആക്കുന്നത്. ഇത് നമ്മൾ വാങ്ങിച്ചിട്ട് കുറച്ചായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നമുക്ക് ബ്രഷും പേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ വെക്കാം. ഇനി ബ്രഷ് ഹോൾഡറായിട്ടല്ല, നമ്മൾ കിച്ചണിൽ വേറെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണമെങ്കിൽ അതിലും നമുക്ക് യൂസ് ആക്കാം കേട്ടോ. നല്ല കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു പ്രൊഡക്റ്റ് തന്നെയാണ്. നല്ലൊരു വൃത്തിയുള്ളൊരു മോഡലും കൂടിയാണ്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് അതും വാങ്ങിക്കുക. എല്ലാത്തിൻ്റെയും പ്രൈസും ലിങ്കൊക്കെ ഞാൻ ഇതിൽ ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തത് നമ്മളൊരു ബെഡ്ഷീറ്റാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നല്ലൊരു അടിപൊളി ബെഡ്ഷീറ്റാണ്. 5 പീസിൻ്റെയാണ്. അപ്പോൾ 2 പില്ലോ കവറും 2 കുഷ്യനും പിന്നെ നമ്മൾ ഒരു നല്ലൊരു ബെഡ്ഷീറ്റും ഉണ്ട്. അത് നല്ല സൈസുള്ള ബെഡ്ഷീറ്റും കൂടിയാണ്. അപ്പോൾ ഇത് നല്ല ക്വാളിറ്റി ആയിട്ട് ഇതും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇത് ഗ്രേ കളറിലാണ് വന്നിട്ടുള്ള, ഡാർക്ക് ഗ്രേ ആണ്. അപ്പം നമ്മൾ വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിയുണ്ട് കേട്ടോ. നല്ലൊരു നീറ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇത് വന്നിട്ടുള്ളത് മെറ്റീരിയൽ വന്നിട്ടുള്ളതും നല്ലൊരു തിക്കായിട്ടുള്ള നല്ലൊരു ഗ്ലേസ് കോട്ടണിൽ വന്നിട്ടുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ തന്നെയാണിത്. ഇതിൽ ഞാൻ വേറൊരു കളറ് മീഷോന്ന് തന്നെ 5 പീസിൽ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതും എനിക്ക് യൂസ് ചെയ്തിട്ട് കുഴപ്പമൊന്നുമില്ല.
ഇതും നമുക്ക് ഈ ഒരു റേറ്റിൽ നമുക്ക് നല്ല വർത്തായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഒരു ബെഡ്ഷീറ്റ് വാങ്ങിക്കണം എന്നുള്ളവർ അതും വാങ്ങിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നല്ല വിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല നീറ്റും ആൻഡ് ഭംഗിയിലും കിടക്കണം കേട്ടോ ഈ ബെഡ്ഷീറ്റ്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിക്കുക. പിന്നെ അടുത്തത് നമ്മളിത് അൺബോക്സ് ചെയ്യുന്നത് 2 ഓയിലിൻ്റെ ബോട്ടിൽസാണ്. 1000 ml ബോക്സ് എന്താ ബോട്ടിലാണിത്. ഇത് നല്ല ഒരു പ്ലാസ്റ്റിക്കാണ്, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള പ്ലാസ്റ്റിക് തന്നെയാണ്. പക്ഷേ നല്ല ചീപ്പ് റേറ്റിനാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. 1000 ml 2 ബോട്ടിലിന് വന്നിട്ടുള്ളത് 151. അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് 1 ലിറ്ററൊക്കെ നമുക്ക് സുഖമായിട്ട് നമുക്കിതിൽ പോവും. പിന്നെ നമുക്ക് യൂസ് ചെയ്യാനും എളുപ്പമാണ് പ്ലാസ്റ്റിക് ആയ കാരണം കൊണ്ട്. അടുത്തതായിട്ട് കാണിക്കുന്നത് ഒരു സോപ്പ് ഹോൾഡറാണ് നമ്മൾ ബാത്റൂമിലൊക്കെ വെക്കുന്നത്. ഇതിൻ്റെ പ്രൈസ് 153 രൂപയാണ്. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ് കേട്ടോ. ഞാനിത് സ്റ്റിക്ക് ചെയ്തിട്ട് കുറേ ആയിട്ടുണ്ട്, അപ്പോൾ ഇതുവരെ പോന്നിട്ടില്ല. നല്ല ഒരു ക്വാളിറ്റി സ്റ്റെയിൻലെസ് സ്റ്റീലുമാണ്, നല്ലതാണ്. അപ്പോൾ ആവശ്യമുള്ളവർ വാങ്ങിച്ചോ. പിന്നെ അടുത്തത് ഞാൻ കാണിക്കുന്നത് അൺബോക്സ് ചെയ്തിട്ടുള്ളത് നമ്മളൊരു കപ്പിൻ്റെ സെറ്റാണ്. ടീ കോഫി ഒക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കപ്പ് സെറ്റാണ്. കുഴപ്പമില്ലാത്തൊരു സെറ്റിനാണ് കേട്ടോ. അതൊരു 6 പീസാണ് വന്നിട്ടുള്ളത്. ഇത് നമ്മൾ റേറ്റ് വന്നിട്ടുള്ളത് 253 നല്ല സെറാമിക്കിൻ്റെ കപ്പാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ കുറഞ്ഞ റേറ്റിന് വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു കപ്പ് സെറ്റ് വാങ്ങിക്കാം നമുക്ക്. ഇതിൽ ചെറിയൊരു ഡിസൈനും കാര്യങ്ങളൊക്കെ നമ്മൾ പ്യുവർ വൈറ്റ്, നമ്മൾ നല്ല വൈറ്റ് ആണെന്ന് കരുതിയിട്ടാണ് ഞാൻ ഓർഡർ ആക്കിയിട്ടുള്ളത്. പക്ഷേ ഒരു ഓഫ് വൈറ്റ്, കുറച്ചൊരു കളർ മങ്ങിയിട്ടുള്ളൊരു കളറാണ്. എന്നാലും കുഴപ്പമില്ലാത്തൊരു ഡിസൈനും കാര്യങ്ങളും അത്യാവശ്യത്തിനൊരു സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതും ആവശ്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതും വാങ്ങിക്കുക. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നമ്മൾ ഇനി അടുത്തതായിട്ട് അൺബോക്സ് ചെയ്യുന്നത് ഒരു സ്റ്റോറേജ് ബാസ്ക്കറ്റാണ്. അപ്പോൾ ഇതിൽ 4 പീസാണ് വരുന്നത്. 4 പീസിനും ഇതിന് ലിഡും കൂടിയും വരുന്നുണ്ട്. നമുക്ക് മൾട്ടി പർപ്പസാണ് ഇത്. നമുക്ക് ഫ്രിഡ്ജിൽ വേണമെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളാക്കിയിട്ട് വെക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമ്മൾ കബോർഡിൻ്റെ ഉള്ളിലൊക്കെ വേറെ എന്തെങ്കിലും സാധനങ്ങളാക്കിയിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ഇതിൽ 3 ലിഡുള്ളതും 1 ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ബോക്സ് ആയിട്ടുള്ളതാട്ടോ. അത് ഫ്രീ ആയിട്ടാണ്. 3 ഇതിൽ കാണിക്കുന്നത്. അതിൽ 1 ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്. അത്യാവശ്യം വലിപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയലും വലിയ കുഴപ്പമില്ല, നല്ല കട്ടി കുറഞ്ഞൊരു മെറ്റീരിയലൊന്നുമല്ല, അത്യാവശ്യത്തിനൊരു സ്ട്രോങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ലിഡും കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഇതിൽ എന്ത് വേണമെങ്കിലും നമുക്കിത് യൂസ് വെച്ചിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടും പറ്റും. പിന്നെ സാധനങ്ങളൊന്നും പരന്ന് കിടക്കാതെ നമുക്ക് നന്നായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഷെൽഫിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് ഫാൻസി ടൈപ്പ് സാധനങ്ങളോ അല്ലെങ്കിൽ കുട്ടികളുടെ ചെറിയ ക്ലോത്തും കാര്യങ്ങളൊക്കെ അടക്കി വെക്കാനൊക്കെ നല്ലതാണ്. അപ്പോൾ സാധനങ്ങളൊന്നും പരന്ന് കിടക്കാതെ ഇതുപോലൊരു സെറ്റ് വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒതുക്കി വെക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വാങ്ങിക്കാം. പിന്നെ അടുത്തത് നമ്മളൊരു കട്ട്ലറി ബോക്സാണ്. ഇതിൽ നമുക്ക് ഇതുപോലെയുള്ള നമ്മളെ സ്പൂണുകൾ അല്ലെങ്കിൽ കത്തികൾ, നമ്മൾ എന്തൊക്കെ സാധനങ്ങൾ ഇതുപോലുള്ളതൊക്കെ വെക്കാനൊക്കെ നല്ല യൂസേജാണ്. ഇത് വാങ്ങിച്ചിട്ട് ഞാൻ കുറേ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ യൂസ് ചെയ്തിട്ട് നല്ലതാണ്, അപ്പോൾ കാണിച്ചതാണ്. പിന്നെ ഇത് സോപ്പ് ഡിസ്പെൻസറാണ് ഇതും നല്ല യൂസ്ഫുള്ളായിട്ട് തോന്നിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ നമ്മുടെ ലിക്വിഡ്സൊക്കെ പെട്ടെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. അവൈലബിൾ ആയിട്ടുള്ള കമൻസുകൾ അറിയിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.